ഭക്തിദക്ഷിണയിലേക്ക് ഏവർക്കും സ്വാഗതം. നവരാത്രി ദിവസങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഓരോ ദിവസവും ഓരോ ദേവിയുടെ പൂജയ്ക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. നവദുർഗയുടെ രൂപങ്ങളിൽ നാലാമത്തെ രൂപമായ കുഷ്മാണ്ഡ ദേവിയാണ് 4-ാം ദിവസം നമ്മൾ ആരാധിക്കുന്നത്. ദേവി കുഷ്മാണ്ഡ അനാഹത ചക്രത്തിൻ്റെ, അതായത് ഹൃദയചക്രത്തിൻ്റെ അധിപയാണ്. അതിലൂടെയാണ് ഹൃദയത്തിന് ആത്മീയ ശക്തി കൈവരുന്നത്. ദേവി കുഷ്മാണ്ഡ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യഭാഗത്ത് വസിക്കുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ സൂര്യമണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്ത് വസിക്കാൻ കഴിവുള്ള ഏക ദേവതയായി കുഷ്മാണ്ഡ ദേവി അറിയപ്പെടുന്നു. ദേവിയുടെ ദേഹത്തിൽ നിന്നും സൂര്യപ്രകാശം പോലെ തേജസ് ജ്വലിക്കുന്നുവെന്നും ശൂന്യതയിൽ നിന്ന് ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിച്ചത് ദേവി കുഷ്മാണ്ഡയാണ് എന്ന് പുരാണങ്ങളിലെ സങ്കല്പം. ദേവിയുടെ ലളിതമായ ഒരു പുഞ്ചിരിയിൽ നിന്നാണ് അണ്ഡാകാരത്തിലുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത്. ഐതിഹ്യപ്രകാരം ആദിയിൽ ഈ ബ്രഹ്മാണ്ഡം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരു കനത്ത ഇരുട്ട് എല്ലായിടത്തും വ്യാപിച്ചു. അപ്പോൾ ദേവി കുഷ്മാണ്ഡ പുഞ്ചിരിക്കുകയും ഘോര അണ്ഡകാരത്തിൽ നടുങ്ങിപ്പോയ ഈ ബ്രഹ്മാണ്ഡത്തിലെ ഇരുട്ട് മാറി പ്രകാശപൂരിതമായി. ദേവി കുഷ്മാണ്ഡയാണ് പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉറവിടം. സൂര്യൻ പ്രകാശവും ഊർജവും ദേവി കുഷ്മാണ്ഡയിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്രകാരം ലോകം സൃഷ്ടിച്ചതുകൊണ്ടാണ് ദേവിക്ക് കുഷ്മാണ്ഡ എന്ന പേര് ലഭിച്ചത്. ഈ ദേവി പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായതിനാൽ ആദിശക്തി എന്ന പേരിലും അറിയപ്പെടുന്നു. 8 കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജ ദേവി എന്ന വിശേഷണങ്ങളുണ്ട്. 7 കൈകളിൽ കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് 8-ാം കരത്തിൽ ധരിച്ചിട്ടുള്ളത്. ദേവിയുടെ വാഹനം സിംഹമാണ്. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിലായ ഉമയാണ് കുഷ്മാണ്ഡയെന്നും കരുതപ്പെട്ടു പോരുന്നു. കുഷ്മാണ്ഡ ദേവിയുടെ പ്രീതിക്കായുള്ള മന്ത്രം: ഓം ഐം ഹ്രീം ക്ലീം കുഷ്മാണ്ഡ നമഃ. സുരാസമ്പൂർണ കലശം രുതിരാപ്ലുതമേവ ച ധദാനാഹസ്തപത്മാഭ്യാം കുഷ്മാണ്ഡ ശുഭദാസ്തു മേ. കുഷ്മാണ്ഡ ദേവി തൻ്റെ കയ്യിലിരിക്കുന്ന അക്ഷമാലയിലൂടെ ഭക്തർക്ക് 8 സിദ്ധികളും 9 നിധികളും സമ്മാനിക്കും. ഭക്തന്മാർക്ക് എല്ലാ സിദ്ധികളും ഐശ്വര്യങ്ങളും നൽകി ദേവി കുഷ്മാണ്ഡ അനുഗ്രഹിക്കുന്നു. ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവി കുഷ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് ഈ ദിനം ദേവിക്ക് പ്രിയം. ദേവിയെ കുഷ്മാണ്ഡ ഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകുമെന്നും വിശ്വാസമുണ്ട്. ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ അധികം നല്ലതാണ്. വന്ദേ കാമാർത്തേ ചന്ദ്രഘൃതശേഖരം സിംഹാരൂഢ അഷ്ടഭുജ കുഷ്മാണ്ഡ യശസ്വിനി. നവരാത്രിയുടെ 4-ാം ദിവസത്തെ ആരാധന രീതി. ഈ ദിവസം കുഷ്മാണ്ഡ ദേവിയുടെ ഭക്തർ കുളിച്ച ശേഷം വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് കുഷ്മാണ്ഡ ദേവിയെ ചുവന്ന പൂക്കളാൽ ആരാധിക്കണം. ദേവീ മന്ത്രങ്ങൾ ജപിച്ച് വൈകുന്നേരം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ദുഃഖം, ആശങ്ക, ഭയം, മുൻകാല ദുഃഖങ്ങൾ എന്നിവയിൽ കഷ്ടപ്പെടുന്നവർ ഈ ശുഭദിനത്തിൽ പൂജ ചെയ്യുകയും ദേവി കുഷ്മാണ്ഡയ്ക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.